بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة وسلاما عليك يا سيدي يا رسول الله صلى الله تعالى عليك وسلم. وأجمل منك لم تر قط عيني وأجمل منك لم تلد النساء وأحسن منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. الله കൂട്ടുകാരെ ഉറങ്ങുന്ന സമയമായിട്ടുണ്ടാവും അല്ലേ? ഉറങ്ങേണ്ട സമയമായിട്ടുണ്ട്. അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുന്ന സമയം കഴിഞ്ഞു. ഇശാ വാങ്ക് കൊടുത്താൽ ജമാഅത്തിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞ് നിസ്കരിച്ചാൽ ഉടനെ ഉറക്കമാണ്. അർദ്ധരാത്രിയായാൽ പിന്നെ എഴുന്നേൽക്കും. ആകാശത്തേക്ക് നോക്കി സയൻസിന്റെ ആയത്തുമോദിയിട്ട് ദുആ ചെയ്യും. പിന്നെ പ്രാർത്ഥനകളാണ്. ഏറെ മണിക്കൂറുകൾ നിസ്കരിക്കും. ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല. സൂറത്ത് മുസമ്മിൽ പഠിപ്പിച്ചിട്ടുള്ള ടൈം മാനേജ്മെന്റ് അനുസരിച്ച് നബിതങ്ങൾ നിസ്കരിക്കും. സുബ്ഹിന്റെ 1 മണിക്കൂർ മുമ്പ് പിന്നെയും കിടക്കും. എന്നാൽ ചില പ്രത്യേക ദിവസങ്ങളിൽ നബിതങ്ങൾ രാത്രി ഉറങ്ങാതെ സംസാരിച്ചു കൊണ്ടിരിക്കും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് കൂടുതലും ആ മീറ്റിംഗ് നടക്കാറുള്ളത്. സമർ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ വർത്താനം പറയാ. സമർ കറാഹത്താണ്. എന്നാൽ ദീനീയായ ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴെങ്കിലൊക്കെ ചേരുന്ന മീറ്റിങ്ങുകളായിട്ട് ഉള്ള സമറുകൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. ഇവിടെ ശമായിലിന്റെ ദർസ് തീർന്നില്ല. ശമായിൽ അത് റബീഉൽ അവ്വൽ മാസം വരുമ്പോ ശമായിൽ ഓത. എല്ലാ കൊല്ലവും ഓതിവരെന്നെ പിന്നെയും ഓത. റമദാൻ മാസം വരുമ്പോ റമദാനിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ ബുഖാരിയിൽ നിന്നോ തിരുമിദിയിൽ നിന്നോ അബൂദാവൂദിൽ നിന്നോ പാരായണം ചെയ്യുക, അല്ലെങ്കിൽ ഫിഖ്ഹിന്റെ കിതാബിൽ എടുത്ത് ആ ബാബ് ഓതുക. ഹജ്ജ് വരുമ്പോ ഹജ്ജിനെ കുറിച്ചുള്ള പാഠം ഓതുക. ഇതൊക്കെ ഇർസുൻ നബവിയിലെ മക്കയിലും മദീനയിലും ഒക്കെയുള്ള പതിവാണ്. അപ്പൊ കഴിഞ്ഞ വർഷം ഓതി, ഈ വർഷം ഓതി, അങ്ങനെ ഓതിക്കൊണ്ടേ ഇരിക്കുക. എന്താണ് ശമാഇലിൽ പറയുന്നത്? ശമീലത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശമാഇലുകൾ, അവിടുത്തെ ശരീരവർണ്ണനകൾ, അവിടുത്തെ സ്വഭാവ മഹിമകൾ, അവിടുത്തെ ശരീരവും ശാരീരിക പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ശമാഇൽ എന്ന് പറയുന്ന ഒരു വിഷയം തന്നെ മദ്ഹ് പറയണം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ബർസഞ്ചി മൗലിദ് ഓതിയാൽ
ആ മൗലിദിൽ ഉള്ളത് ഇത് തന്നെയാ. എന്താണ് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് ഇരിക്കണം എന്നുണ്ടോ? അങ്ങനെ ഉണ്ടോ എന്ന് എഴുന്നേറ്റിരിക്കാം? പ്രായം കുറഞ്ഞവരൊക്കെ ശമാഇലിൽ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം എങ്ങനെയായിരുന്നു? ഉള്ളു ചുകന്ന വെള്ള നിറം നബി, നീണ്ടവരല്ല അറിവീൻ, നല്ല തടി മുഖം, ഉള്ളു ചുകന്ന വെള്ള നിറം നബി, നീണ്ടവരല്ല അറിവീൻ, അല്ല കുറിയവർ നല്ല തടി മുഖം, വട്ടനിലാവേ. അതാണ് ശമാഇലിൽ പറയുന്നത്. നീണ്ടവരല്ല, കുറിയവരും അല്ല. ഏത് സദസ്സിലിരുന്നാലും അതിലേറ്റവും ഉയർന്നു കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കും. എന്നാൽ ലം യകുൻ തവീലൻ, അങ്ങനെ നീളാങ്കോലി എന്ന് പറയുന്ന രൂപത്തില് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരാളും അല്ല. ഏത് സദസ്സിലായാലും ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് തങ്ങളായിരിക്കും. എന്നാൽ നീണ്ട ആളാണ് എന്ന് പറയുന്ന സ്വഭാവമല്ല, കുള്ളൻ എന്ന് പറയുന്ന അവസ്ഥയും അല്ല. മുഖം വട്ടത്തിലുള്ള മുഖം, കിണ്ണം പോലെയുള്ള വട്ടമല്ല, ഒരൽപ്പം ഓവൽ ഷേപ്പിൽ. മുഖത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം ഏതാണോ അങ്ങനെ പൂർണമായ താടി, പുരികങ്ങൾ അടുത്തിരിക്കും, എന്നാലോ തമ്മിൽ തൊട്ടിട്ടുമില്ല. ഇമകളിൽ നല്ല കറുത്ത മുടികൾ തിങ്ങിയിട്ടുണ്ട്. മൂക്ക് ഒരൽപ്പം പൊന്തി നിൽക്കും, അത് സൗന്ദര്യത്തിന്റെ അടയാളമാണ്. കവിൾത്തടങ്ങൾ പൊങ്ങി തുടുത്തു നിൽക്കുകയില്ല, മെലിഞ്ഞൊട്ടിയിട്ട് അസ്ഥി കാണുകയും ഇല്ല. സുന്ദരമായ നിലക്ക് ഒലിച്ചു നിൽക്കുന്ന ഒരു കവിൾത്തടം, അതിലേക്ക് നോക്കിയാൽ കണ്ണാടിയിലേക്ക് നോക്കുന്നത് പോലെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വാ തുറന്നാൽ ലൈറ്റ് കത്തിയതുപോലെ, ട്യൂബ് ലൈറ്റ് കത്തിയതുപോലെ പല്ലിൽ നിന്ന് അടിച്ചു വീശുന്ന പ്രകാശം ചുമരിൽ അടിക്കുന്നത് കാണാം. വാ നല്ല വട്ടമുണ്ട്. പല്ല് പരിശോധിക്കുന്ന ഡോക്ടർക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല, കാരണം നല്ല തുറന്ന വായാണ്. ചുണ്ടുകൾ വളരെ പാകമായ ചുണ്ടുകൾ, കടുത്ത തടിച്ച ചുണ്ടുകളല്ല, മെലിഞ്ഞൊട്ടിയ ചുണ്ടുകളല്ല. പല്ലുകൾ മുല്ലപ്പൂ പോലെ. കണ്ണിന്റെ കൃഷ്ണമണിക്ക് നല്ല കറുപ്പാണ്. എന്ത് മണിക്ക്? കണ്ണിന്റെ കുട്ടിക്ക്. കണ്ണിന്റെ കുട്ടി നല്ല കറുപ്പാണ്, മറ്റേ ഭാഗം നല്ല വെളുപ്പുമാണ്. പിരടി കിണ്ടി പോലെ, മൂളി പോലെ. കോഴിക്കോട്ട് മൂളി എന്നാ പറയാ. മൂളി പോലെ, മൂളി എന്ന് പറഞ്ഞാല് ഓട്ടിൽ വാർക്കപ്പെട്ട മൂളി പോലെ നല്ല ഒരു തിളക്കമുള്ള പെരടിയാണ്. ആ മാബൈന കതിഫൈഹി, രണ്ട് ചുമലിനിടയിൽ ഒരു സീലടിച്ചിട്ടുണ്ട്. ഖതമുൻ നുബുവത്തിന്റെ സീൽ. അത് ശരീരത്തിന്റെ വർണ്ണത്തിൽ നിന്നൊരൽപ്പം ഡാർക്കായി അതിൽ നേരിയ മുടികളുണ്ട്. നെഞ്ചിൽ നിറയെ മുടികളില്ല. രണ്ട് ചെസ്റ്റിനെയും ചേർക്കുന്ന രൂപത്തിൽ നേരിയ രൂപത്തിലുള്ള മുടികൾ, അതിൽ നിന്ന് വളരെ നേരിയ ഒരു വര പൊക്കിൾ വരെ നീണ്ടുകിടക്കും. പള്ളയും നെഞ്ചും ഒരേ അവസ്ഥയിലാണ്, പലക പോലെ. പള്ള പൊന്തി നിൽക്കുകയില്ല, നെഞ്ച് തള്ളി നിൽക്കുകയില്ല, രണ്ടും ഒരേ രൂപത്തിലാണ്. പള്ളയുടെ മുകളിൽ 6 പാക്സ്, മസിൽസ്, 6 മസിലുകൾ, മടക്കി വെച്ച മസിലുകൾ ഉണ്ടായിരുന്നു. എന്നാൽ കൈകളും കാലുകളും
നല്ല തുടുപ്പുള്ള വലുപ്പമുള്ള വിരലുകൾ, നീളം കൂടിയ വിരലുകളല്ല, ആ വലുപ്പമുള്ള തുടുത്ത ശക്തമായ വിരലുകൾ. പക്ഷേ പിടിച്ചാൽ വേദനിക്കുന്ന പരുപരുക്കനല്ല, നല്ല മാർദ്ദവമുള്ള സോഫ്റ്റി ബട്ട് ഹെൽത്തി, മാർദ്ദവമായതും സ്ട്രോങ് ആയതുമായ വിരലുകൾ. കാലിന്റെ മടമ്പുകൾ തുടുത്ത് തടിച്ച് ഇറച്ചി പുറത്തേക്ക് തെറിച്ചതല്ല, അതും പെർഫെക്റ്റായ രൂപത്തിലാണ്. കാലിന്റെ അടിഭാഗം പരന്നാണ്, എന്നാൽ ഉള്ളിലൊരൽപ്പം ചെറിയ പൊങ്ങി നിൽക്കും മർമ്മസ്ഥാനം. എന്ന വലിയ കുഴിയുള്ള കാലല്ല. നടക്കുമ്പോൾ എടുത്തു വെക്കുമ്പോൾ ഓരോ അടിയും പറിച്ചു വെക്കുന്നത് പോലെ തോന്നും, പറിച്ചെടുക്കുന്നത് പോലെ. അഥവാ ഭൂമിയിൽ ഓരോ സ്റ്റെപ്പും ഉറച്ച സ്റ്റെപ്പുകളാണ്, തള്ളിയാൽ വീഴില്ല. എന്നാൽ നടന്നു വരുന്നത് ഒരു വെള്ളത്തിന്റെ വിധാനം. കഅന്നഹു സബബു മാഇൻ കസബബു മാഇൻ മിൻ വാദിൻ. ഒരു മലഞ്ചെരുവിൽ നിന്ന് വെള്ളം വേവ്സായി തിരമാലകളായി ഇങ്ങനെ ഇറങ്ങി വരുന്നത് പോലെ തോന്നും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം വകാന ജുല്ലു നദരിഹി ഇലൽ അർളി. തങ്ങളുടെ നോട്ടം കൂടുതലും ഭൂമിയിലേക്കാണ്. ഇടത്തും വലത്തും നോക്കിക്കൊണ്ടിരിക്കുകയല്ല, ഭൂമിയിലേക്കാണ് നോട്ടം. കാരണം ചിന്തയാണ് കൂടുതൽ. എന്നാൽ ചില സമയത്ത് ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കും, അല്ലാഹുവിൽ ചിന്തിക്കുകയാണ്. പാതിരാസമയത്ത് എഴുന്നേറ്റാൽ വീട്ടിന്റെ പുറത്തു വന്ന് ആകാശത്തേക്ക് നോക്കി കൈകൾ രണ്ടും ഉയർത്തിയിട്ട് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته فما للظالمين من أنصار. അങ്ങനെ ശാസ്ത്രം പഠിപ്പിക്കാൻ, അല്ലാഹുവിൽ ചിന്തിക്കാൻ മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ആ ആയത്ത് എല്ലാ രാത്രിയിലും പാരായണം ചെയ്യും. എന്നിട്ട് നിസ്കരിക്കും. എത്രയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രിയിലുള്ള ഉറക്കം? സൂറത്ത് മുസമ്മിലൂടെ ആ ടൈം മാനേജ്മെന്റ് അല്ലാഹു തആല പഠിപ്പിക്കുന്നു. യാ അയ്യുഹൽ മുസമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. രാത്രിയുടെ പകുതി ഭാഗം അഥവാ 6 മണിക്കൂർ ഉറങ്ങണം. സാധാരണ ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ ഉറങ്ങേണ്ടത് 6 മണിക്കൂറാണ്. ഔ സിദ് അലൈഹി, അല്ലെങ്കിൽ ഒരൽപ്പം കൂടെ യാസ്തി നിസ്കരിച്ചുകൊണ്ട് ഉറക്കം കുറക്കാം. അത് യുവത്വം കഴിഞ്ഞവർക്കാണ്. പ്രായം കൂടി വരുമ്പോൾ ഉറക്കം കുറച്ചു മതിയാകും. അല്ലെങ്കിൽ പകുതിയിൽ നിന്ന് അല്പം കുറച്ചിട്ട് നിസ്കരിച്ചാൽ ഉറക്കം കൂട്ടും. അത് ചെറുപ്പക്കാരാകും. അതിനേക്കാളും ചെറിയവർക്ക് ചിലപ്പോൾ 6 മണിക്കൂറല്ല 7 മണിക്കൂർ വേണ്ടിവരും. ചെറിയ കുട്ടികളാകുമ്പോൾ 8 മണിക്കൂർ വേണ്ടിവരും. അതിനേക്കാളും ചെറിയ കുട്ടികളാകുമ്പോൾ 10 മണിക്കൂർ വേണ്ടിവരും. എന്നാൽ ഒത്ത പ്രായക്കാർക്ക് 6 മണിക്കൂറാണ് വേണ്ടത്. പ്രായം കൂടുന്നതിനനുസരിച്ച് അത് പിന്നെ കുറച്ചു 4-ഉം 6-ഉം 4-ഉം 3-ഉം 2-ഉം ഒക്കെ ആകും. വഖലീലുൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. ഖാല അല്ലാഹു അസ്സ വജൽ. ഖാല അല്ലാഹു അസ്സ വജൽ. അതൊക്കെ മറന്നു വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത്. അള്ളാഹുവിന്റെ പേരിൽ സിന്ദാബാദ് വിളിക്കണം. ആരംഭ റസൂലുള്ളാഹി, അത് നമ്മൾ കുറച്ചിട്ടില്ല. അൽഹംദുലില്ലാഹ്.
സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സ്വഹാബത്തിന്റെ പേരിലൊക്കെ നമ്മൾ ചെല്ലും. ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി, ഇതൊക്കെ പറയും. അള്ളാന്റെ പേരിലൊന്നും പറയില്ല. അള്ളാന്റെ പേരിൽ ആകെ പറയല് ഖാലല്ലാഹു അസ്സ വജൽ, അത് പറയുമ്പോ മാത്രം പറയും. അപ്പൊ അള്ളാഹിനെ കൂടുതൽ പറയണം. അള്ളാഹ്ക്ക് വലിയ ഇഷ്ടം അള്ളാഹുവിനെ കുറിച്ച് മദ്ഹ് പറയുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന്റെ വർണ്ണനകളാണ് ഈ ശമാഇലുകളിൽ പറയുന്നത്. മദീനയിൽ മുഹമ്മദ് അബ്ദാൻ അശ്ശമ്മരി എന്ന് പറയുന്ന മഹാൻ പറഞ്ഞു, കണ്ണിന് സുർമയിടണം, സുർമയിട്ടില്ല മഹ്ശറ ചെല്ലുമ്പോ കണ്ണ് പറയും ഇവൻ എനിക്ക് സുർമ തന്നില്ല. സുർമ ഇടാറുണ്ടോ? രാത്രിയിലാ സുർമ ഇടേണ്ടത്. അപ്പൊ ഞാൻ മദീനന്ന് പോയിട്ട് മൂപ്പരെടുത്ത് നല്ല സുർമ വാങ്ങണം എന്ന് വിചാരിച്ചു. അപ്പൊ ചോദിച്ചു എവിടുന്നാണ് സുർമ കിട്ടല്? അപ്പൊ മൂപ്പര് പറഞ്ഞു എനിക്ക് ഇന്ത്യ എന്നൊരാളെ കൊണ്ടുതരലാണ് നല്ല സുർമ. രാത്രിയിൽ സുർമയിടണം. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഒറ്റയാക്കിയിട്ട് സുർമയിടണം. സുർമ അഞ്ഞനം കൊണ്ടിടാം, തേൻ കൊണ്ടിടാം, ചീരാമുളക് കൊണ്ടിടാം, ഇളനീർ കുഴമ്പ് കൊണ്ടിടാം. എന്തുകൊണ്ടും കണ്ണിൽ ഒരു അടയാളം കൊടുക്കുക. കണ്ണിന്റെ ആയുസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുറുമയിട്ടിട്ട് എപ്പോഴും ആ കണ്ണിന്റെ ആ പുരികങ്ങളിൽ നല്ല കറുപ്പുണ്ടാകുമായിരുന്നു. അത്തർ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു. കാന യുഹിബ്ബുർ റയാഹീൻ, സുഗന്ധ പൂക്കൾ നബി തങ്ങൾക്ക് ഇഷ്ടമായിരുന്നു. വഅഹബ്ബുർ റയാഹീൻ ഇലൈഹി അൽ ഫാഗിയതു, ഏറ്റവും ഇഷ്ടപ്പെട്ട സുഗന്ധപ്പൂവ് മൈലാഞ്ചിപ്പൂവായിരുന്നു. മൈലാഞ്ചിപ്പൂവ് ഇതെന്ത് മരമാ? മുസ്ലിം വേപ്പ്. ഇത് മുസ്ലിം ഉപയോഗിക്കുന്ന വേപ്പാണ്. നീം, ശരീഷ് എന്ന് പറയും. ഇത് പല്ലു തേക്കാൻ സുന്നത്താണ്. പല്ലു തേക്കാൻ മരമാകൽ സുന്നത്താണത്, പച്ചയാകൽ സുന്നത്താണത്, സുഗന്ധമുള്ളതാകൽ സുന്നത്താണ്, അതിൽ അറാഖാകൽ സുന്നത്താണ്. ഒക്കെ സുന്നത്തുകളാണ്. അപ്പൊ നീമ് കൊണ്ട് പല്ല് തേച്ചാലും സുന്നത്ത് കിട്ടും. ഒരേ സുന്നത്ത് കിട്ടും, കുറെ സുന്നത്ത്. അറാഖായാൽ ഒരു സുന്നത്ത് കൂടെ കൂടും. നബിതങ്ങൾ ആ മൈലാഞ്ചിപ്പൂവും അതുപോലെ കൈതപ്പൂവും അങ്ങനെ തുളസിയും ഇങ്ങനെയുള്ളതിന്റെ പൂക്കളൊക്കെ നബിതങ്ങളെടുത്ത് ചെറിയൊരു കുപ്പിയിലാക്കി കുറച്ച് ജൈത്തൂന് ഒഴിച്ച് ഒരു കുഴമ്പാക്കി വെക്കും. അത് തൊട്ട് പുരട്ടും. അങ്ങനെയാണ് അത്തർ. തങ്ങൾക്ക് അത്തർ പുരട്ടേണ്ട കാര്യമില്ല. ചെറിയ കുട്ടികളുടെ തലയിൽ നബിതങ്ങളെ കൈവച്ചാൽ ആ തല ഇങ്ങനെ മണക്കും. ചിലപ്പോ കളിക്കുന്ന സ്ഥലത്തൊക്കെ പോകുമ്പോ കുട്ടികളുടെ തലയിൽ കൈവെക്കും. അപ്പൊ ഒരു കുട്ടിന്റെ തലയിൽ നിന്ന് ഇങ്ങനെ നല്ല സുഗന്ധമടിച്ചു വീശുന്നുണ്ടാകും. അപ്പൊ അറിയാം നബിതങ്ങൾ തൊട്ടിട്ടുണ്ട് എന്ന്. ഒരു വഴിയിലൂടെ തങ്ങൾ കടന്നുപോയാൽ പിന്നെ കുറെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോ ഇങ്ങനെ വാസനയ്ക്ക് നല്ല സുഗന്ധം, ആ തങ്ങൾ ഈ വഴിക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കും. സ്വഹാബികളിൽപ്പെട്ട ഒരാൾ പറയുന്നു, എന്റെ ഭാര്യമാർ തമ്മിൽ അത്തറിന്റെ കാര്യത്തിൽ മത്സരിച്ച് ഏറ്റവും നല്ല അത്തർ എന്റേതാക്കണം എന്ന് വിചാരിച്ച് 4 ആളും തമ്മിൽ മത്സരിച്ചു. എന്നിട്ടും എന്തായിരുന്നു ആ സ്വഹാബിയുടെ പേര്? അബൂ ത്വൽഹത്താണെന്ന് തോന്നുന്നു. അബൂ ത്വൽഹയെ പോലെ ഞങ്ങൾക്ക് ആ മണം കിട്ടുന്നില്ല. അങ്ങനെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അത്തറിന്റെ രഹസ്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ എന്നെ മസാജ് ചെയ്തു. എന്റെ ശരീരം മുഴുവനും തടകി ഉള്ളും പുറവും എനിക്ക് ശരീരത്തിന്റെ ഒരു രോഗം വന്നപ്പോൾ അന്നു മുതൽ എന്റെ ശരീരത്തിൽ വല്ലാത്ത ഒരു സുഗന്ധമാണ്. ആ സുഗന്ധം ഒരിക്കലും പോയിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുറുമയിടൽ
നബിതങ്ങളുടെ അത്തറ് പുരട്ടൽ, നബിതങ്ങളുടെ തലപ്പാവ്, നബിതങ്ങളുടെ മിസ്വാക്ക്, നബിതങ്ങളുടെ താടി, നബിതങ്ങളുടെ ചെരുപ്പുകൾ, നബിതങ്ങളുടെ വീട്, പരിസരം, ഇങ്ങനെ ആ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അറിയൽ, പഠിക്കൽ, ചിലതൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്. എങ്ങനെയാ തങ്ങൾ മിസ്വാക്ക് ചെയ്തതെന്ന് നോക്കി നമുക്ക് ചെയ്യാനാണ്. പക്ഷേ ഈ വർണ്ണനകളൊന്നും പറഞ്ഞ് നമുക്ക് ചെയ്യാനല്ല, മദ്ഹ് പറയാൻ വേണ്ടി മാത്രമാണ്. നബിതങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത് നിലത്തിരുന്നിട്ടാ. ഇന്നി ഫഖീറുൻ വആകുലു കൽ ഫഖീർ, ഞാനൊരു ഫഖീറാണ്, ഞാൻ ഫഖീർമാരെ പോലെ ഭക്ഷണം കഴിക്കും, നിലത്തിരിക്കും. കൂടുതൽ നിലത്താണ് ഇരിക്കുക. അതുകൊണ്ട് നമ്മൾ നിലത്തിരുന്നത്, കസേര വേണ്ടെന്ന് വെച്ചു. അല്ലാഹു കബൂലാക്കട്ടെ. ഇനി എല്ലാരും കസേര വിറ്റാള് പോരെയില്ല, അപ്പോഴേ നിലത്തിരിക്കും. ഇതുണ്ടായാ പിന്നെ ഇരിക്കൂല. നമ്മൾ നാളെ നിക്കാഹിന് വന്നപ്പോ കണ്ടില്ല, ആൾക്കാരൊക്കെ കുത്തനങ്ങനെ നിൽക്കുകയാണ്, ഇരിക്കാനാകുന്നില്ല, മടങ്ങി കിട്ടുന്നില്ല. അപ്പൊ എപ്പോഴും ഇരിക്കുക, ഉയരുക. നബിതങ്ങൾ ചെരുപ്പിടാതെ നടക്കും, ചെരുപ്പിട്ട് നടക്കും. കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും സഞ്ചരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ജീവിതത്തിന്റെ വശങ്ങൾ നാം മനസ്സിലാക്കാൻ വേണ്ടി അതിന് ആണ് ഈ ശമാഇല് ഇവിടെ ഓതുന്നത്. ആ ദർസുകളിലൊക്കെ എല്ലാവരും സംബന്ധിക്കാം. ഇവിടെ ഇപ്പൊ മോർണിംഗ് ദർസൊക്കെ അല്ലേ? ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും വക്കീൽമാർക്കും കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടിയാണ് രാവിലത്തെ ദർസ്. അബ്ദുള്ള ഭായ്, യു ആർ അറ്റൻഡിംഗ് ദ ക്ലാസ്സസ്? നോ. മോർണിംഗ് 6 o'clock, 6 to 7:30. Evening 4:30 to 6. Then night 9 to 10:30. അപ്പൊ ഏത് സമയത്ത് വരുന്നവർക്ക് മോദാം. അതിനുവേണ്ടിയാണ് ഈ ദർസുകൾ. അതില് നിങ്ങളാരും ഇനി വരണ്ട, കാരണം എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ പുതിയ ആളുകളെ വരുത്തണം. ഈ അവസരങ്ങൾ ആർക്കും നഷ്ടപ്പെട്ടു പോകരുത്. മിനിമം ഒരു മുത്തഅല്ലിമാണ് വേണ്ടത്. ഒരു പീരീഡില് മിനിമം ഒരു മുത്തഅല്ലിം. ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും വക്കീലായാലും ഗുമസ്തനായാലും കണക്കപ്പിള്ളയായാലും അവർക്കെല്ലാം പഠിക്കാം. 60 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെയും പഠിക്കാമല്ലോ. മക്കയിലും മദീനയിലൊക്കെ അങ്ങനെയാണ് നടക്കുന്നത്. ഇർസുൻ നബവി എന്ന പേരിൽ ജിദ്ദ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ടെലിവിഷൻ ഉണ്ട്. നമ്മൾ ഈ ദർസിന്റെ കീഴിലുള്ള ടെലിവിഷൻ ഉണ്ട്. അൽ ഇർസുൻ നബവി. ഇംഗ്ലീഷിൽ എർത്ത് നടിച്ചാൽ മതി. മലയാളികൾ എർത്ത് എന്നാ വായിക്കുക. ഇർസ് എന്ന് എഴുതിയാല് അൽ എർത്ത്, ALERTH. എന്താ വായിക്ക? അൽ എർത്ത്, അൽ ഇർസ്, അൽ ഇർസ് .com അടിച്ചാല് നിങ്ങൾക്ക് ആ TV കിട്ടും. ഇർസുൻ നബവി എന്ന് പറഞ്ഞിട്ടുള്ള ടെലിവിഷൻ അറബിയിലും ഇന്തോനേഷ്യയുടെ മലായു ഭാഷയിലുണ്ട്. മലായു ഭാഷയിലുണ്ട്. സലാമത്ത് ദാത്താൻ, തെരുമക്കാശി, ആ ഭാഷയിലുണ്ട്. പിന്നെ അപ്പൊ അതിൽ ഖുർആനും ഹദീസും മറ്റൊക്കെ പഠിപ്പിക്കുന്ന വചനങ്ങളാണ്. അതുപോലെ കുട്ടികൾക്കുള്ള കാർട്ടൂണുകൾ ഇപ്പൊ വലിയ വിപത്താണ്. കൊച്ചുകുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുകൾ. അവർക്കാണെങ്കിൽ ഇത്തരം കാർട്ടൂണുകൾ, അപ്പൊ നല്ല ഇസ്ലാമിക ചരിത്രങ്ങളുള്ള കാർട്ടൂണുകൾ അൽ ഇർസിന്റെ .comലുണ്ട്. അങ്ങനെയുള്ള ദർസുകളാണ്. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ദർസാണ് സ്വഹാബത്തിന്റെ മസ്ജിദില് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഈ ദർസിൽ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. ദർസിൽ വന്നവർക്കും വരുന്നവർക്കൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. സമയം ദീർഘിച്ചു പോയതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഞാൻ വൈകിപ്പോയത് ഇതിനേക്കാളും മുമ്പ് നിശ്ചയിച്ചൊരു പരിപാടി ഉണ്ടായിരുന്നു നാട്ടിൽ.
അപ്പൊ അവിടെ സിറിയക്കാരനൊരാൾ വന്ന് ബെയ്ത്തിൽ കുറച്ചങ്ങ് നീട്ടിക്കളഞ്ഞു. ആവേശത്തിൽ എല്ലാവരും അതിൽ തന്നെ അങ്ങ് കൂടി. അങ്ങനെ കുറച്ച് നീണ്ടുപോയതാണ്. എല്ലാവരും ക്ഷമിക്കുക. പക്ഷെ ക്ഷമിച്ചതുകൊണ്ട് നമുക്ക് പാതിരാ ദർസിന്റെ ഒരു കൂലിയും കൂടെ കിട്ടി. പാതിരൊന്നും ആയിട്ടില്ല. നബിതങ്ങളുടെ ദർസിൽ ആഴ്ച ദർസുണ്ട്, പിന്നെ ആൾട്ടർനേറ്റീവ് ദർസ്, ദിവസം മാറിക്കൊണ്ടിരിക്കുന്ന ദർസുണ്ട്. ഇന്ന് വരെ നാളെ വരാതിരിക്കുക, അങ്ങനെയുള്ള ദർസ്. ഒരു ദിവസം ജ്യേഷ്ഠം പോവാ, പിറ്റേന്ന് അനുജം പോവാ, അങ്ങനെയുള്ള ദർസുണ്ട്. പാതിരാ സമയത്ത് വിളിച്ചു നടത്തിയിട്ട് ദർസ് നടത്തിയ ദർസും ഉണ്ട്. അങ്ങനെ ഉള്ള പല ദർസുണ്ട്. അതിലൊക്കെ ഓതിയിട്ട് നല്ല മുതഅല്ലിമുകളായി മുതഅല്ലിമായി കൊണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ആലിമായി കൊണ്ട് മുഅല്ലിമായി കൊണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ. ഒന്നുകിൽ മുദർരിസ് ആവുക, അല്ലെങ്കിൽ മുതഅല്ലിം ഓതിപ്പടിക്കുന്ന കുട്ടിയാവുക. ഇത് രണ്ടാലൊന്നാകണം. അല്ലെങ്കിൽ മുസ്തമിഅ വീക്ക്ലി ക്ലാസ്സിൽ വരുന്നവനാകണം. ഇതല്ലാത്ത ഒന്നായി പോകരുത്. ഒന്നിനും വരാൻ യാതൊരു ഒഴിവില്ലാത്ത ആളാണെങ്കിൽ എപ്പോഴെങ്കിലും പോകണം പോകണം എന്ന ആഗ്രഹമുള്ള ഒരു മുഹിബ്ബായിരിക്കണം. ഫലാ തകുൻ ഖാമിസാ. അതിന്റെ അപ്പുറത്തേക്കുള്ളൊരു കാറ്റഗറിയിൽ നീ പെട്ടുപോകാൻ പാടില്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.